അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ല നാടൻ ദമ്മ് ബിരിയാണിയാണ് കേട്ടോ. കോഴിക്കോടിൻ്റെ സ്വന്തം മോഹബത്തിൽ നമ്മൾ ദമ്മ് ചെയ്യുന്ന നമ്മുടെ കോഴിക്കോടൻ ബിരിയാണി, മലബാർ ബിരിയാണി എന്നൊക്കെ പറയാം. സോ നമുക്കിതിലേക്ക് വരാം. നമ്മുടെ റെസിപ്പിയിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങൾ വായിച്ചു. ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മുടെ മല്ലി, പുതിന, ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി അത് ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ 450 പേർക്കുള്ള ബിരിയാണിയാണ് ചെയ്യുന്നത്. ഈ 450 പേർക്കുള്ള ബിരിയാണി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 20 കിലോയോളം ഉള്ളി എടുത്തിട്ടുണ്ട്, 10-12 കിലോയോളം തക്കാളി എടുത്തിട്ടുണ്ട്. നമ്മളെന്നിട്ട് നമ്മളൊരു ഇപ്പം നമ്മുടെ 1-2 പണി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിതൊരു ചെറിയ ഉരുളിയിൽ നമ്മൾ അതിൻ്റെ മസാല മാത്രമായിട്ട് സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് ആ ഉരുളിയിൽ, ഒരു ചെറിയ ഉരുളിയിൽ ആ മസാല അതിന് പറ്റുന്ന ഒരു ഉരുളിയിൽ അത് സെറ്റ് ചെയ്ത് ആ മസാലേനെ അതിൻ്റെ ഒരു പരുവത്തിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. അപ്പോൾ അതിൽ ചേർക്കുന്ന ഒരു പൗഡേഴ്സ് അല്ലെങ്കിൽ ഒരു മസാലപ്പൊടി എന്ന് പറയാൻ ആകെയുള്ളത് മഞ്ഞൾപ്പൊടിയും അതുപോലെ നമ്മുടെ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. ഗരം മസാല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം പോലെയുള്ള ജാതിക്കുരി, ജാതിപത്രി വരെ അല്ലെങ്കിൽ ബേ ലീഫ് വരെ അടങ്ങുന്ന ഹോൾ സ്പൈസസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്ന മസാല എന്ന് പറയുന്നത്. ഈ സംഭവങ്ങളെല്ലാം ചേർത്ത് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മസാല സെറ്റ് ചെയ്ത് നമ്മൾ അവിടുന്ന് വീണ്ടും നമ്മൾ വലിയ ഉരുളിയിലേക്ക് ആ മസാലയെ മാറ്റി നമ്മൾ 450 ബിരിയാണിക്കുള്ള ചിക്കൻ ഏതാണ്ട് 1000 പീസിനടുത്ത് ചിക്കനുണ്ട്. അപ്പോൾ നമ്മളത് നമ്മുടെ വലിയ ഉരുളിയിലേക്ക് അത് മാറ്റി. വലിയ ഉരുളിയിലേക്ക് മാറ്റി നമ്മളതിൽ മസാലയിൽ നല്ലോണം മിക്സ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്തു, ആ ചിക്കൻ ആ മസാലയുമായിട്ട് മിങ്കിൾ ചെയ്യിച്ച് നമ്മളതിനെ വേവിക്കാനായിട്ട് വെച്ചു. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. നമ്മൾ ബ്രോയിലർ ചിക്കനാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചിക്കനിലുള്ള വെള്ളം തന്നെ ഇറങ്ങി ആ വെള്ളത്തിൽ തന്നെ വേണം അത് കുക്കാവാനായിട്ട്. ഇനി അഥവാ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാനൊരു മാർഗ്ഗമുണ്ട്. അത് നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ ഇട്ട് തരാം കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ആ മസാല നമ്മൾ കുക്ക് ചെയ്ത് അതിൻ്റെ വെള്ളത്തിൽ നിയന്ത്രിച്ച് ആ വെള്ളം വറ്റിച്ച് ആ മസാല അതിൻ്റെ എല്ലാ ഫ്ലേവറും പാകത്തിന് ഉപ്പും കാര്യങ്ങളെല്ലാം ചേർത്ത് അതിനെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് നമ്മളിത് എന്ത് ചെയ്യണം, നല്ല അടിപൊളിയായിട്ട് ദം ചെയ്യണം. അപ്പോൾ ആ ദം എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുകയാണ്. അപ്പം അതുവരേക്ക് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസ്, ഡൗട്ട്സ്, കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാനതിന് റിപ്ലൈ ചെയ്യാം. താങ്ക് യു. അപ്പോൾ കണ്ടല്ലോ, ഇനി നമ്മൾ ദമ്മ് പൊട്ടിക്കുകയാണ് കേട്ടോ. എങ്ങനെയാണ് ദമ്മിടേണ്ടത്, റൈസ് അടിക്കേണ്ടതെന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോ മുടങ്ങാതെ കാണുക. ഓക്കെ, അടുത്ത ബിരിയാണീൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചു വരും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ റൈസ് ദമ്മിട്ടു. നമ്മുടെ ദമ്മ് പൊട്ടിക്കുന്ന വീഡിയോ ആണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മൾ 2-3 പാത്രത്തിലൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത്. പറഞ്ഞിരുന്നു 450 പേരുടെ ബിരിയാണിയാണ്. സോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക.